ഒരിക്കൽ വൈറ്റ്ഫീൽഡിലെ കോളേജ് ക്യാമ്പസിൽ ഭഗവാൻ തൻ്റെ വിദ്യാർത്ഥികളുമായി സംവദിച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ സാമീപ്യം ആസ്വദിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരുവനോട് സ്വാമി ചോദിച്ചു, വിച്ച് ഈസ് ദ റെയറസ്റ്റ് തിങ് ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിൽ ഏറ്റവും വിരളമായതെന്താണ്? ഈ ലോകത്തിൽ ഏറ്റവും മൂല്യവത്തായതെന്താണ്? തീർച്ചയായും വിരളമായത് മൂല്യവത്തായിരിക്കാൻ സാധ്യതയുണ്ട്. ആ കുട്ടി സാധാരണ എല്ലാ കുട്ടികളും ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നാം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ 7 ലോകാത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ വാചാലനാകാൻ തുടങ്ങിയപ്പോൾ സ്വാമി പറഞ്ഞു, നോ നോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല സ്വാമി, സ്വാമി പറയൂ. സ്വാമി പറഞ്ഞു, അവതാരം സംഭവിക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും മൂല്യവത്തായതും ഏറ്റവും വിരളമായതും. എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും ഒരവതാരം സംഭവിക്കുക. വീണ്ടും ആ കുട്ടിയോട് സ്വാമി ചോദിച്ചു, മനുഷ്യരാശിക്ക് കിട്ടാവുന്ന ഏറ്റവും മൂല്യവത്തായത് എന്താണെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല സ്വാമി. സ്വാമി പറഞ്ഞു, അവതാരത്തിൻ്റെ കാലഘട്ടത്തിൽ ജന്മം കിട്ടുക എന്നതാണ്. ഒരവതാരം സംഭവിക്കുന്നതിന് മുൻപ് എത്രയോ തലമുറകൾ ജനിച്ച് മരിച്ചു പോകുന്നു, വീണ്ടും അത് സംഭവിക്കുന്നു. പക്ഷെ അവതാരത്തിൻ്റെ സമകാലീനരായിരിക്കുക എന്നത് എത്രയോ ഭാഗ്യമാണ്. വീണ്ടും സ്വാമി ആ കുട്ടിയോട് ചോദിച്ചു, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും മൂല്യവത്തായതെന്ത് എന്നറിയാമോ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, അറിയില്ല സ്വാമി. സ്വാമി പറഞ്ഞു, ഐഡൻറ്റിഫൈ ദ അവതാർ. അവതാരത്തെ തിരിച്ചറിയുക എന്നതാണ്. കാരണം കോടാനുകോടി മനുഷ്യർ ഇവിടെ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഒരവതാരത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ എത്ര പേർ അവതാരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഓരോ അവതാരം സംഭവിക്കുമ്പോഴും നമുക്കറിയാം, വളരെ ചുരുക്കം ആളുകളെ അവതാരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ അവതാരത്തിൻ്റെ തിരോധാനത്തിന് ശേഷം കുറേയേറെ ആളുകൾ അതിനെ അറിഞ്ഞിരിക്കാം. പക്ഷേ അവതാരം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, അവതാരം മനുഷ്യ ശരീരത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ തിരിച്ചറിയുന്നവർ വളരെ വിരളമാണ്. അതൊരു മഹത്തായ ഭാഗ്യമാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോഴാണ് നമ്മുടെ ഭാഗ്യം നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. വീണ്ടും സ്വാമി ആ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ ജീവിതം ഏറ്റവും മൂല്യവത്താവാൻ നീ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിൻ്റെ ജീവിതം ഏറ്റവും മൂല്യവത്തായി തീർക്കേണ്ടത്? കുട്ടി പറഞ്ഞു, അറിയില്ല സ്വാമി. സ്വാമി പറഞ്ഞു, അവതാരത്തിൻ്റെ ദൗത്യത്തിൽ ഒരു ഭാഗമാകാൻ പറ്റുക, അവതാരം ഈ ലോകത്ത് ചെയ്യാൻ വന്ന പ്രവൃത്തിയിൽ ഒരു പങ്ക് പറ്റാൻ പറ്റുക, നിൻ്റെ ജീവിതം അവതാര കർമ്മവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിൻ്റെ ജീവിതം ഏറ്റവും മൂല്യവത്താക്കാൻ പറ്റുന്ന അവസരം എന്ന് സ്വാമി ആ കുട്ടിയോട് പറയുകയുണ്ടായി. ഈ 4 കാര്യങ്ങളും ലഭിച്ചവരാണ് സായി ഭക്തരായ നാം ഓരോരുത്തരും എന്ന് നമുക്ക് ഓർത്ത് ആനന്ദിക്കാം. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളുടെ ജാഗ്രതയും നമുക്ക് പുലർത്താം. സായിരാം.